നേന്ത്രപ്പഴം മുട്ടയും സേമിയയും വെച്ചൊരു അടിപൊളി വിഭവം തയ്യാറാക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് പാനിൽ തടവി കൊടുക്കുക. ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ നേന്ത്രപ്പഴം തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മളൊന്ന് മുരിച്ചെടുക്കാം. അത് മാറ്റിവെക്കാം. ഒരു 1/2 കപ്പ് പാലെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സേമിയ വറുത്തതാണ് കേട്ടോ, അതോടെ ചേർത്തിട്ട് നമുക്ക് ഈ സേമിയ വേവിച്ചിട്ട് മാറ്റിവെക്കാം. 4 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ഇതുപോലത്തെ ഒരു പാത്രം എടുക്കണം, കുഴിവുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. ഇതിലേക്ക് താഴെ നെയ്യൊന്ന് തടവി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് താഴെ നിരത്തി കൊടുക്കുക. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാം. വളരെ ചെറിയ തീയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും നേന്ത്രപ്പഴം തന്നെ വെച്ചു കൊടുക്കുക. ബാക്കിയുള്ള മുട്ടക്കൂട്ട് കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താഴെ ഇതുപോലൊരു പാത്രം വെക്കുക, അതല്ലെങ്കിൽ പാന് വെച്ചു കൊടുക്കാം പഴയ. എന്നിട്ട് അതിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. 25 മുതൽ 45 മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇതിന്റെ മറ്റേ സൈഡ് കൂടെ നമുക്ക് മൊരിച്ചെടുക്കുന്നെങ്കിൽ മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.